മതി എന്ന് സൂചിപ്പിച്ചതിന് ശേഷവും നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്ന ഒരു പേരന്റ് ആണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും കണ്ടിരിക്കേണ്ടതാണ്. ഫോഴ്സ് ഫീഡിംഗ്. എന്താണ് ഫോഴ്സ് ഫീഡിംഗ്? കുട്ടികളെ നിർബന്ധിച്ച് ഭക്ഷണം കൊടുക്കുന്നതാണ് ഫോഴ്സ് ഫീഡിംഗ്. ഫോഴ്സ് ഫീഡിംഗ് കാരണം കുട്ടികൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതിലൊന്നാണ് ഫിസിക്കൽ ഹാം, ഇല്ലെങ്കിൽ ശാരീരികമായ പ്രശ്നം. നിർബന്ധിച്ച് ഭക്ഷണം കൊടുക്കുമ്പോൾ കുട്ടികൾ അമിതമായി കഴിക്കുകയും അതുകൊണ്ട് പല അസ്വസ്ഥതകൾ ഉണ്ടാവുകയും പിന്നീട് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാവുകയും ചെയ്യും. പിന്നീട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് സൈക്കോളജിക്കൽ ഇഷ്യൂസ്. നിർബന്ധിച്ച് ഭക്ഷണം കൊടുക്കുമ്പോൾ കുട്ടിക്ക് ഭക്ഷണവും ഭക്ഷണ സമയവുമായിട്ട് ഒരു നെഗറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഉണ്ടാകുന്നത്. ഇത് കാരണം ആൻസൈറ്റി, ഫുഡിനോട് കുറേ പ്രിഫറൻസസ്, പിന്നെ ഫീഡിങ് ഇഷ്യൂസിനൊക്കെ ഇത് കാരണമാകുന്നു. ഫോഴ്സ് ഫീഡിങ് കാരണം വരുന്ന മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് വിശക്കുന്നു എന്നൊരു സെൻസേഷൻ മനസ്സിലാക്കാനും പിന്നീട് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നിറഞ്ഞു എന്ന് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പിന്നെ വരുന്നൊരു പ്രശ്നം കുട്ടിയും പാരന്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണ്. കുട്ടിയുടെ ചോയ്സ് അല്ലെങ്കിൽ പ്രിഫറൻസസിനെ മാനിക്കാണ്ടാണ് നമ്മൾ ഫോഴ്സ് ഫീഡിങ് ചെയ്യുന്നത്. ഇത് കാരണം പാരന്റും കുട്ടിയും തമ്മിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഡെവലപ്പ് ആവും. ഫോഴ്സ് ഫീഡിങ് ഒഴിവാക്കി കുട്ടികളിൽ ഹെൽത്തി ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ബാലൻസ് ഡയറ്റ് എപ്പോഴും നൽകുക. പ്രോട്ടീൻ സോഴ്സസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് കുട്ടികൾക്ക് കൊടുക്കുക. കുട്ടികളുടെ വിശപ്പ് അനുസരിച്ച് ഭക്ഷണം കൊടുക്കാൻ ശ്രദ്ധിക്കുക. പ്ലേറ്റിലുള്ള ഭക്ഷണം അത്രയും തീർക്കണമെന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ല. പിന്നെ പുതിയ ഭക്ഷണങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പതിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എന്നിട്ടും കുട്ടികൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ ബി പേഷ്യൻറ്റ്. പയ്യെ കുട്ടികൾ എപ്പോഴാണോ റെഡി ആവുന്നത് അപ്പം അതുവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ടും കുട്ടികൾക്ക് ഫീഡിങ് ഇഷ്യൂസ് നിലനിൽക്കുകയാണെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നേടുക.